മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി വയനാട്ടിലെ സ്വകാര്യ ബസ് തൊഴിലാളികൾ. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി വന്നതോടെ സ്വകാര്യ ബസ് തൊഴിലാളികളുടെ വരുമാനം കുറഞ്ഞെന്നാണ് ആരോപണം. സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ അടുത്ത മാസം 1-ാം തീയതി മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തുമെന്ന് തൊഴിലാളികൾ മുന്നറിയിപ്പ് നൽകി. ദീപക് മോഹൻ ചേരുകയാണ്. ദീപക്, പരസ്യ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുകയാണ് സ്വകാര്യ ബസ് ഉടമകളും തൊഴിലാളികളും ഒക്കെ തന്നെയും. ഇന്നിപ്പോൾ വയനാട്ടിൽ അതിന്റെ ഒരു സൂചന മാത്രമാണ് നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രിക്കെതിരെ വരെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടായിരുന്നു പ്രതിഷേധങ്ങൾ, അല്ലേ? വിനീത, അതായത് സ്വകാര്യ ബസ് മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക, അതോടൊപ്പം ഈ മേഖലയിലുള്ള പ്രശ്നങ്ങൾ, അതായത് പ്രിയദർശിനി പദ്ധതി വന്നതിന് ശേഷം തന്നെ വയനാട്ടിൽ സ്വകാര്യ ബസ് മേഖല തകർന്നിരിക്കുകയാണ്. ഓരോ ദിവസവും 3000 രൂപ മുതൽ 5000 രൂപ വരെയൊക്കെ പ്രതിദിനം വരുമാനത്തിൽ കുറവുണ്ടാകുന്നു. മാത്രമല്ല, ഈ സമയങ്ങളിലൊക്കെ തന്നെ ഡീസൽ ചെലവും തൊഴിലാളികളുടെ വേതനവും അടക്കം സ്വകാര്യ ബസ് മേഖല മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് തൊഴിലാളികളും അതോടൊപ്പം ബസ് ഉടമകളും പറയുന്നു. അതിൽ പ്രതിഷേധിച്ചാണ് അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് കൽപ്പറ്റ സിവിൽ സ്റ്റേഷനിലേക്ക് സ്വകാര്യ ബസ് ഉടമകളും ഒപ്പം ട്രേഡ് യൂണിയനും തൊഴിലാളികളും അടങ്ങുന്ന വലിയൊരു വിഭാഗം ജീവനക്കാർ പ്രതിഷേധം നടത്തിയത്. ആ പ്രതിഷേധ മാർച്ചിലാണ് KSRTC പ്രിയദർശിനി പദ്ധതി നടത്തുന്ന ബസ്സുകൾക്ക് നേരെ കൂക്കി വിളിച്ചത്. അതോടൊപ്പം മുഖ്യമന്ത്രി VD സതീശനെതിരെയും വലിയ പ്രതിഷേധവും. ദീപക് മോഹനാണ് വിശദാംശം